നമ്പർ 658 ഇവിടെ BSNL എന്ന കമ്പനിക്ക് സൺഡേ ക്രെഡിറ്റേഴ്സ് ആയിട്ട് ചെയ്യുക. പർച്ചേസിലാണ് നിൽക്കുന്നത് സൺഡേ ക്രെഡിറ്റേഴ്സ്. നിങ്ങളുടെ ടെലിഫോൺ ബില്ല് പർച്ചേസിൽ കൊടുക്കുക. അതിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഇതെന്ത് ചെയ്യുക? സർവീസ് ടാക്സ് അപ്ലിക്കബിൾ കൊടുക്കുക. ഇത് SI കൊടുക്കുക. നമ്മൾ നെറ്റ് പർച്ചേസ് അല്ലേ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആൾക്കാർക്ക് അത് ബ്രൗസ് ഒരു ഇൻ്റർനെറ്റ് കഫേ ആണെങ്കിൽ അവിടെ നെറ്റ് പർച്ചേസ് ചെയ്യും. അത് ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും? ബ്രൗസ് ചെയ്യാൻ കൊടുക്കും. സർവീസ് എന്താ? അവിടുത്തെ ഇൻ്റർനെറ്റ് കഫേയാണ് സർവീസ് വരുന്നത്. ഇൻ്റർനെറ്റ് കഫേ 10%. എത്ര ബില്ലടക്കുന്നത്? 1570 രൂപയാണ് ബില്ലടക്കുന്നത്. അതിൻ്റെ കൂടെ ഇൻപുട്ട് സർവീസ് ടാക്സ് ഉണ്ടാവും. ടാക്സ്, സർവീസ് ടാക്സ്, സർവീസ് ടാക്സ് 1570 രൂപേൻ്റെ. സർവീസ് ടാക്സ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അത് സെയിൽസിൽ ചെയ്യണം. ആളുകൾ വന്ന് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അത് സെയിൽസിൽ ചെയ്യണം. നമ്മൾ ടാക്സ് ബില്ലടക്കുന്ന സമയത്ത് അത് പർച്ചേസിൽ ചെയ്യണം. സർവീസ് സേവനങ്ങൾക്കല്ല ടാക്സ് ഈടാക്കുന്നത്. പ്രൊഡക്റ്റ് അല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്, സേവനങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ആളുകൾ നമ്മൾ എടുക്കുന്ന സർവീസ് സ്വീകരിക്കുന്ന സമയത്ത് ഏതിൽ ചെയ്യും? സെയിൽസിൽ ചെയ്യും. നമ്മളത് അതിലെ എമൗണ്ട് നമ്മൾ പേ ചെയ്യുമ്പോൾ ഏത് ചെയ്യും? അത് വാങ്ങുന്ന സമയത്ത് പർച്ചേസിൽ ചെയ്യും. ഇതന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്.